ജെംജി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്മസ് റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. ജിഞ്ചർ വൈൻ. ക്രിസ്മസിന് സാധാരണ ഉണ്ടാക്കാറുള്ളതാണ് ജിഞ്ചർ വൈൻ. ജിഞ്ചർ വൈൻ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഈ വൈൻ തയ്യാറാക്കാനായിട്ട് അധിക സമയം വേണ്ട. കുറേ ദിവസങ്ങൾ എടുത്തുണ്ടാക്കുന്ന വൈനല്ല ജിഞ്ചർ വൈൻ. ജിഞ്ചർ വൈൻ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ജിഞ്ചർ വൈൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ജിഞ്ചർ വൈൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 400 ഗ്രാം ഇഞ്ചി ആണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് കഴുകി ഒന്ന് സ്മാഷ് ചെയ്തെടുത്തു. നമ്മൾ അധികം അരച്ചെടുക്കണ്ട, ഇതുപോലേക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് ചേർക്കാനായിട്ട് ഗ്രാമ്പു ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ജാതിക്ക ഒരു 3/4 ജാതിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വറ്റൽമുളക് ഇന്ന് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിപ്പമുള്ള 5 കറുവാപ്പട്ടയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1.5 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള 5 നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം. നാരങ്ങ നീര് ചേർക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത് ഒരു 4 ലിറ്റർ വെള്ളമാണ്. 100 ഗ്രാമിന് 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ഇഞ്ചിയാണ്. അപ്പോൾ 4 ലിറ്റർ വെള്ളമാണ് ഇതിലെടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തിളപ്പിച്ചാലും മതി. അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ബോയിലാവുമല്ലോ. ഇനി നമുക്ക് ജിഞ്ചർ വൈൻ തയ്യാറാക്കാം. ആദ്യമേ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ 1.5 കിലോ എടുത്ത് വെച്ചതിൽ നിന്ന് ഒരു 2 തവി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഞ്ചസാര അധികം കരിഞ്ഞ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ നമുക്ക് കരിച്ചെടുക്കുകയും ചെയ്യണം, കരിഞ്ഞ ടേസ്റ്റ് വരികയും ചെയ്യരുത്. അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ പഞ്ചസാര കരിച്ചെടുക്കാം. വൈനിന് കളർ കൊടുക്കാനായിട്ടാണ് നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര ചെറിയ കളറാകാൻ തുടങ്ങിയിട്ട് കുറച്ചുകൂടി ഡാർക്ക് കളറാകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കാരമലായിട്ടുണ്ട്, ഒരു നല്ല കളറായി. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈനിൻ്റെ എത്ര കളർ വേണോ അതനുസരിച്ച് ഇതിലേക്ക് പഞ്ചസാര കാരമൽ ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കൊരു വൃത്തിയുള്ള നല്ല ഒരു കോട്ടൺ തുണി എടുക്കാം. ഇനി ഈ ബൗളിലേക്ക് നന്നായിട്ട് ഇറക്കി വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചേരുവകളൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പം നമ്മളിതെല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കിഴിയായിട്ട് കെട്ടിയെടുക്കാം. അപ്പം നമ്മളിത് ഒരു കിഴിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. കാരമൽ ചെയ്ത വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മുടെ ഈ കിഴിയും കൂടെ അതിലേക്ക് ഇറക്കി വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റ് ആവുകയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കിഴി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് പ്രസ് ചെയ്ത് ഇടയ്ക്ക് താത്ത് കൊടുക്കുക. ഇനി ഇടയ്ക്കൊക്കെ, അതായത് നമുക്കിത് 1 മണിക്കൂർ തിളപ്പിച്ചെടുക്കണം. 1 മണിക്കൂർ തിളപ്പിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനൊന്ന് ആദ്യമേ വെച്ചതേ ഉള്ളൂ. ആദ്യമേ നമ്മൾ അത്രയും പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ താത്ത് ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിലെ സത്തൊക്കെ ഒന്ന് പുറത്തോട്ട് വരാനായിട്ട് ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 1 മണിക്കൂർ ഇത് തിളപ്പിച്ചെടുക്കാം.
ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലെ സത്ത് നന്നായിട്ട് പുറത്തോട്ട് ഇറങ്ങാനാണ് നമ്മൾ ഈ കിഴി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടിന്യൂസ് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് 1 മണിക്കൂർ തിളച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് കുറഞ്ഞു. നമ്മളൊരു 4 ലിറ്റർ വെള്ളം വെച്ചാൽ ഒരു 3 ലിറ്റർ വെള്ളമായിട്ട് അങ്ങ് കുറയും. ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചൂട് മാറുമ്പോഴും വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലെമണിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് വരും. ഓൾറെഡി നമ്മൾ 1 മണിക്കൂർ തിളപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സത്തെല്ലാം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതോടെ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയ ബോട്ടിലിൽ ഒഴിച്ച് സൂക്ഷിച്ചു വെക്കാം. സാധാരണ വൈൻ തയ്യാറാക്കുന്ന ഫെർമെൻ്റൊക്കെ ചെയ്ത് കുറേ ദിവസങ്ങൾ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഈ വൈൻ നമുക്ക് 1 ദിവസം കൊണ്ട് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ജിഞ്ചർ വൈനാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണിത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഈ ക്രിസ്മസിന് ഇതുപോലൊരു വൈൻ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്